നീറ്റ് കിട്ടില്ല. തുടങ്ങാം. ഓക്കെ ഓക്കെ. ഓക്കെടാ. സോ നമ്മുടെ അവസാനത്തെ ഭാഗത്തേട്ടാ. ഇതോടെ കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ തീരാൻ പോവാണ്. എന്നിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവസാനത്തെ സൂപ്പർ ക്ലാസ് ആണ് ടെട്രാപോഡ. ടെട്രാപോഡ. ടെട്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം നാല് എന്നാണ്. നാല് നാല്, രണ്ട് കൈകളും കാലുകളും. പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കാലുകൾ. ഓക്കെ, അപ്പൊ നാല് കൈക്കാലുകളെയാണ് ടെട്രാപോഡ. അതിൽ അവസാനത്തെ ക്ലാസ് ആണ് മെമ്മാലിയ. മെമ്മാലിയ മെമ്മാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ അടങ്ങിയിട്ടുള്ള ക്ലാസ് ആണ് മെമ്മാലിയ. മാമറി ഗ്ലാൻസ് ഉള്ളവരാണ്. മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പാല് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മുലയൂട്ടുന്ന ജീവികളുള്ള ക്ലാസ് ആണ് മെമ്മാലിയ. മാമറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് മാമറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഇതിൽ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കുക, ക്ലാസ് മെമ്മേലിയയിലുള്ള എല്ലാവർക്കും രണ്ട് പെയർ ഓഫ് ലിംബുകൾ ഉണ്ട്. രണ്ട് പെയർ എന്ന് പറയുമ്പോൾ ഒരു പെയർ കൈയും ഒരു പെയർ കാലും. നമ്മൾ മനുഷ്യന്മാര് അല്ലെ, കുരങ്ങുകൾ, ഇതൊക്കെ മാമൽസ് ആണ്. പിന്നെ ഇവരുടെ സ്കിന്നിൽ എന്തുണ്ടായിരിക്കും അറിയോ? അവരുടെ സ്കിന്നിൽ രോമം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ രോമമില്ലേ? കുരങ്ങുകളുടെ സ്കിന്നിൽ രോമമില്ലേ? എന്താണ്, സിംഹം, പുലി, ഇവരുടെയൊക്കെ സ്കിന്നിൽ രോമമില്ലേ? ഇവർക്കൊക്കെ മാമറി ഗ്ലാൻഡ് ഇല്ലേ? ഇവരൊക്കെ പ്രസവിക്കും. മാത്രമല്ല ഇവർക്ക് ചെവിയുണ്ട് അല്ലെ, എക്സ്റ്റേണൽ ഇയേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ചെവിയുണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഇയേഴ്സിന്റെ മറ്റൊരു പദമാണ് പിന്ന. പിന്ന എന്ന് പറയും. എക്സ്റ്റേണൽ ഇയേഴ്സിന്റെ മറ്റൊരു പദമാണ് പിന്ന. പിന്ന. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്ലാസ് മാമൽസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഇവിടുത്തെ ചോദ്യം ചോദിക്കുക എന്താണെന്നറിയോ ചിലപ്പോ? ഏത് ക്ലാസ്സിനാണ് ഏത് ക്ലാസ്സിനാണ് ശരീരത്തിൽ രോമമുള്ളത്? അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് പോസസ് ഹെയർ ഓൺ ദ സ്കിൻ എന്നൊക്കെ അവൻ ചോദ്യം ചോദിക്കുക. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, മെമാലിയ, മാമൽസുകൾക്കാണ് എന്തുള്ളത്? ശരീരത്തിൽ രോമമുള്ളത്. വളരെ സിമ്പിൾ ആണ് കേട്ടാ. ഇനി ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ നമുക്ക് പല്ലുകൾ ഉണ്ട് അല്ലേ? ഏകദേശം ഒരു അഡൽറ്റിന് 32 പല്ലുകളാണുള്ളത്. എല്ലാ പല്ലും നമുക്ക് സെയിം ആണോ ഇസത്തെ? എല്ലാ പല്ലും ഒരേപോലെയാണോ? അല്ല അല്ല. അല്ല. അപ്പൊ നമുക്ക് പറയാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആണ് നമ്മുടെ താടിയിലുള്ളത് അല്ലെ. ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഏത് ജീവിയുടെ ഫീച്ചറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമൽസിന്റെ ഫീച്ചറാന്ന് പറയാം. ഇപ്പൊ നോക്കിയേ, പല്ലുകളുടെ പേരൊന്നും നമുക്ക് പഠിക്കണ്ട. അപ്പൊ 4 ടൈപ്പ് ഓഫ് പല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ പൊതുവെ കാണുന്നത്. ഈ ഫ്രണ്ടിലുള്ള 4 പല്ലുകൾക്ക് കെനൈൻ എന്നാ പറയാ. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കില്ല കേട്ടാ, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 4 പല്ല് കെനൈൻ, താഴത്തെ 4 പല്ല് കനൈൻ. ഓക്കെ, ഇനി ഇത് മോളാർ എന്ന് പറയും, അണപ്പല്ല്. പിന്നെ ഈ കെനൈന് ശേഷമുള്ള ഈ 2 പല്ലില്, ഇപ്പുറത്തും ഇപ്പുറത്തും, ഇവൻ നമ്മൾ പ്രീമോളാർ എന്നാ പറയാ. പിന്നെ ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ല ഈ സോറി ഇതില്ലേ, ഈ ഫ്രണ്ടിലുള്ളതാണ് ഇൻസിസേഴ്സ്. ഈ ഫ്രണ്ടിലുള്ള ഈ 2 പല്ലില്ലേ, ഇതാണ് ഇൻസിസേഴ്സ്. ഓക്കെ, ഇനി ഈ മൂർച്ചുള്ള പല്ലില്ലേ, എന്താ പറയാ, നമ്മുടെ ഈ പ്രേതത്തിന്റെ പല്ല്, നമ്മൾ ബൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണ പല്ല്. ഓക്കെ, അതിനെയാണ് ടിയർ ചെയ്യാൻ യൂസ് ചെയ്യണ പല്ല്. ഇതിനെയാണ് കനൈൻ എന്ന് പറയുന്നത്. ഈ ഫ്രണ്ടിലുള്ളത് ഇൻസിസേഴ്സ് ആട്ടാ. ഈ ഫ്രണ്ടിലുള്ള ഈ പല്ലും ഇൻസിസേഴ്സ് ആണ്. ഇത് കനൈൻ ആണ്. ഓക്കെ, കനൈൻ. ഇനി അടുത്തത് പിന്നെ പ്രീമോളാർ, മോളാർ, അങ്ങനെ ഏകദേശം 4 ടൈപ്പ് ഓഫ് പല്ലുകളുണ്ട്. ഫ്രണ്ടിലുള്ളത് ഇൻസിസേഴ്സ് ആണ്, മാറി പറഞ്ഞതാ. പിന്നെ ഈ ഷാർപ്പായിട്ടുള്ള പല്ലാണ് നമ്മുടെ കെനൈൻ. ഈ പ്രേതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സിംഹത്തിന്റെ ഒക്കെ പല്ല് കണ്ടിട്ടില്ലേ, ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്നത് പുറത്ത്? ഈ ഷാർപ്പ് പല്ലിന്റെ പേരാണ് കെനൈൻ. ഓക്കെ, അപ്പൊ ഈ പേരുകളൊന്നും പഠിക്കണ്ട, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മാമൽസുകളുടെ പല്ലെല്ലാം ഡിഫറെന്റ് ആണ്. അത് കാരണം കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രസന്റ് ഇൻ ദ ജോ എന്ന് പറയാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരുടെ ഹൃദയത്തിന് 4 ചാമ്പർ ആണുള്ളത് അല്ലെ. 4 ചാമ്പേർഡ് ഹാർട്ട് ആണ്. ക്ലാസ് മാമൽസിലെ എല്ലാവർക്കും 4 ചാമ്പേർഡ് ഹാർട്ട് ആണുള്ളത്. ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബ്ലഡഡ് ആനിമൽ ആണ്. നമുക്ക് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, നമ്മൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മാറും. ഇപ്പോ നമ്മളിപ്പോ കേരളത്തിൽ നിൽക്കുക, അപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്താണ്? കേരളത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിനനുസരിച്ചിട്ട് ഒരു ടെമ്പറേച്ചർ ആവും അല്ലെ.
അപ്പോ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഹിമാലയത്തിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ശരീരം ആ ഒരു എൻവിയോൺമെന്റിനോട് അഡ്ജസ്റ്റഡ് ആവും. അപ്പൊ അങ്ങനെ ഓരോ എൻവിയോൺമെന്റിനനുസരിച്ചിട്ടും നമ്മുടെ ശരീരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹോമിയോതെർമസ് എന്ന് പറയുന്നത്. നമ്മൾ ഹോട്ട് ബ്ലഡഡ് ആനിമൽസ് ആണ്. ഓക്കെ. നമ്മൾ റെസ്പിറേഷൻ നടത്തുന്നത് ലങ്സ് ത്രൂ ആണ്. ലങ്സ്. നമ്മൾ ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും വ്യത്യാസമാണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കുഞ്ഞുണ്ടാവുന്നതും ശരീരത്തിനകത്തല്ലേ. അത് കാരണം കൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണെന്ന് പറയാം. ഇതിൽ കൂടുതൽ ആളുകളും പ്രസവിക്കുകയാണ് ചെയ്യുക അല്ലെ. മാമൽസുകൾ എല്ലാരും പ്രസവിക്കുക. മുലയൂട്ടുന്ന എല്ലാ ജീവികളും പ്രസവിക്കല്ലേ ചെയ്യുക. പക്ഷെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ ആണ് ആര്? നമ്മുടെ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. പ്ലാറ്റിപ്പസ്. ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ? പ്ലാറ്റിപ്പസിനെ ഇസത്തെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാ? ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ? കണ്ട പോലെ ഇല്ല. കണ്ടിട്ടില്ല. ആഹാ, ഇതാണ് പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ജലത്തിലൊക്കെ ജീവിക്കുന്ന ഒരു സസ്തനിയാ ഈ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. കൂടുതലും നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ഭാഗങ്ങളിലൊക്കെയാണ് ഇവരെ കാണുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതും എന്താണ്, മാമറി ഗ്ലാൻഡ് ഒക്കെ ഉള്ള ഒരു ജീവിയാ. ഒരു മെമ്മാലിയാണ്. പക്ഷെ ഇവരെന്താ അറിയോ ചെയ്യുക? ഇവര് മുട്ടയിടുക ചെയ്യുക. ഓക്കെ. അപ്പൊ എല്ലാ മാമൽസുകളും പ്രസവിക്കുക ചെയ്യുക. ഒരൊറ്റ മാമൽ മാത്രമേ മുട്ടയിടുള്ളൂ. ഓവി പാരസ് എന്നുള്ള ക്യാരക്ടർ കാണിക്കുന്നുള്ളൂ. അയാളുടെ പേരാണ് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. സയന്റിഫിക് നെയിം ഓർണിത്തോറിംഗസ് എന്ന് പറയും. അത് നമ്മൾ പഠിക്കണ്ട. അപ്പൊ ഏത് മാമലാണ് ഓവി പാരസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാറ്റിപ്പസ് ആണ്. ബാക്കി എല്ലാ മാമൽസുകളും എന്താ ചെയ്യുക? പ്രസവിക്കുക ചെയ്യട്ടാ. ഇനി വേറെ കുറച്ച് മാമൽസിന്റെ ഉദാഹരണം നമുക്ക് പഠിക്കാം. എന്താണെന്നറിയോ? ഒന്ന് നോക്കി, ഒരേ ഒരു ഓവി പാരസ് ഉള്ളൂ. അത് നമ്മുടെ പ്ലാറ്റിപ്പസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിടുന്ന മാമൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റിപ്പസ് എന്ന് പറയാം. ബാക്കി എല്ലാവരും വിവി പാരസാ. വിവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാവരും പ്രസവിക്കുക ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാങ്കരു. കങ്കാരു ഇല്ലേ? കങ്കാരു. പിന്നെ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ ബാറ്റ്. ബാറ്റ്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ആണ്. വവ്വാല് ട്ടോ. ഇനി ക്യാമൽ, ഒട്ടകം, മങ്കി. ഇതെല്ലാം നമുക്ക് അറിയണതാ, അതുകൊണ്ട് ഫോട്ടോ ഇടാത്ത. കെങ്കാരു നമുക്കറിയാം, വവ്വാൽ അറിയാം, ക്യാമൽ ഒട്ടകം, മങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ, റാറ്റ് എലി, ഡോഗ് നായ, കാറ്റ് പൂച്ച. ഇവരൊക്കെ പ്രസവിക്കുകയാണ് ചെയ്യുക അല്ലെ. പ്രസവിക്കുക മാത്രല്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് നമ്മൾ അവരെ മാമൽസ് എന്ന് പറയാം. ചിലപ്പോ എക്സാമിന് ചോദിക്കും, രണ്ട് മാമൽസിന്റെ ഉദാഹരണം പറ. സുഖല്ലടാ. കാറ്റ്, ഡോഗ്. എഴുതാനും സുഖമാണ് അല്ലെ. ഓവി പാരസ് മാമലിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിപ്പസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു ട്ടാ. ഇനി എലിഫന്റ്, ആന പ്രസവിക്കും. ഹോഴ്സ്, കുതിര പ്രസവിക്കും. ഡോൾഫിൻ. നമ്മൾ പഠിച്ചതിൽ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഡോൾഫിൻ ഫിഷ് ആണെന്ന് അല്ലേ. ഫിഷ് കാറ്റഗറിയിലല്ല ശരിക്കും ഡോൾഫിൻ വരുന്നത്. ഡോൾഫിൻ ഒരു സസ്തനിയാണ്. സസ്തനി. ഓക്കെ. ഡോൾഫിന് പ്രസവിക്കാനുള്ള കഴിവുണ്ട്. ഡോൾഫിൻ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. ഇനി അടുത്തതാണ് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. ദാ നീലത്തിമിംഗലം കണ്ടോ നിങ്ങള്? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. നീലത്തിമിംഗലം കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുക. മാത്രല്ല കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഡോൾഫിനും അതേപോലെ നീലത്തിമിംഗലൊക്കെ എന്താണ്, ഇവരൊക്കെ എന്താണ്? സസ്തനികളാണ്, മാമൽസുകളാണ്. ഓക്കെ. ഇനി ടൈഗർ. ടൈഗർ എന്ന് പറഞ്ഞാൽ പുലി. ലയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് പേര് കിട്ടിയില്ലേ? ഇവരൊക്കെ എന്താണ്? മാമൽസുകളാണ് കേട്ടാ. ക്ലിയർ ആയോ മാമൽസ്? സിമ്പിൾ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മാമൽസിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എഗ് ലേയിങ് മാമൽസ്. മുട്ടയിടുന്ന മാമൽസുകളെ നമ്മൾ എന്താ വിളിക്കുക? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ പ്ലാറ്റിപ്പസ് മുട്ടയിടല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുട്ടയിടുന്ന മാമലുകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മോണോട്രിമാറ്റ. മോണോട്രിമാറ്റ. ഓക്കെ.
ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടത്. ഓക്കെ. എഗ് ലേയിങ് മാമൽസിന്റെ ഒരു പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോട്രിമാറ്റ. അതിന്റെ ഒരു പേരാണ്, ആ ക്ലാസിഫിക്കേഷന്റെ ഒരു പേരാണ്. പൗച്ച്ഡ് മാമൽസ്. പൗച്ച്ഡ് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കങ്കാരു ഇല്ലേ, കങ്കാരു. അപ്പൊ കങ്കാരുവിനൊക്കെ അവരുടെ ഈ അബ്ഡോമിൻ ഏരിയയിൽ, അവരുടെ വയറിന്റെ ഉദരത്തിന്റെ ഭാഗത്ത് അവർക്കൊരു പൗച്ച് ഉണ്ട്. ആ പൗച്ചിന്റെ അകത്ത് അവരുടെ ബേബിനെ അവർ കീപ്പ് ചെയ്യും അല്ലേ. അങ്ങനെ പൗച്ചുള്ള ആനിമൽസിന് പറയുന്ന പേരാണ് മാർസൂപ്പിയാലിയ. മാർസൂപ്പിയാലിയ. ഓക്കെ. എല്ലാ മാമൽസിനും പൗച്ചില്ല, പൗച്ചുള്ള മാമൽസിന് വിളിക്കുന്ന പേരാണ് മാർസൂപ്പിയാലിയ. ഓക്കെ. ഇനി അടുത്തതാണ് ഫ്ലഷ് ഈറ്റിംഗ് മാമൽസ്. ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം കഴിക്കുന്ന മാമൽസുകൾ ഉണ്ട് അല്ലെ. ഈ മാംസം മാത്രം കഴിക്കുന്ന മാമൽസുകളെ നമ്മൾ കാർണിവോറ എന്ന് പറയാം. അപ്പൊ നമ്മൾ മാമൽസാ, മനുഷ്യന്മാര് മാമൽസാ എന്ന് വെച്ചിട്ട് നമ്മൾ മാംസം മാത്രമാണോ കഴിക്കുന്നത്? അല്ല. അപ്പൊ നമ്മൾ കാർണിവോറയല്ല, നമ്മൾ മാംസവും കഴിക്കും, പിന്നെന്താണ്, പച്ചക്കറിയും കഴിക്കും അല്ലെ. അപ്പൊ ഫ്ലഷ് മാത്രം കഴിക്കുന്ന സിംഹം, പുലി, ഓക്കെ, അവരൊക്കെയാണ് കാർണിവോറ. ഓക്കെ. ഇനി അക്വാട്ടിക് മാമൽസ്, വെള്ളത്തിൽ ജീവിക്കുന്ന മാമൽസ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഡോൾഫിൻ, പിന്നെ ബ്ലൂ വെയിൽ, പ്ലാറ്റിപ്പസ്, അതാണ് അക്വാട്ടിക് മാമൽസ് എന്ന് പറയുന്നത്. അതിനെ സീറ്റേഷ്യ എന്ന് പറയും, സീറ്റേഷ്യ, സീറ്റേഷ്യ. ഓക്കെ. ഇനി ലാസ്റ്റ് ആണ് ഫ്ലൈയിങ് മാമൽസ്. ഫ്ലൈയിങ് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വവ്വാല്. വവ്വാലിന് ഒരിക്കലും നമുക്ക് പക്ഷിയുടെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല കേട്ടാ. വവ്വാല് പ്രസവിക്കുകയും ചെയ്യാം, വവ്വാല് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. സോ വവ്വാല് പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത്. പറക്കുന്ന സസ്തനിക്ക് പറയുന്ന പേരാണ് കൈറോപ്റ്റിറ. കൈറോപ്റ്റിറ. ഓക്കെ. ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകുള്ളത് എന്നാണ് കേട്ടാ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, മാമൽസ് എല്ലാവരും ഒരേപോലെയല്ല, എല്ലാ മാമൽസിലും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് അല്ല. എഗ് ലേയിങ് മാമൽസ് ഉണ്ട്, ആ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് മോണോട്രിമാറ്റ. പൗച്ച്ഡ് മാമൽസ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് മാർസൂപ്പിയാലിയ. ഫ്ലഷ് ഈറ്റിംഗ് മാമൽസ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് കാർണിവോറ. അക്വാട്ടിക് മാമൽസ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് സീറ്റേഷ്യ. ഫ്ലൈയിങ് മാമൽസ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് നമ്മുടെ കൈറോപ്റ്റിറ. ഓക്കെ. പിടുത്തം കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു കേട്ടാ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്തൊക്കെയാണെന്നറിയോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് എനിമൽ ഷെയർ എ 4-chambered ഹാർട്ട്? ഇതിൽ കൊടുത്ത 4 ഓപ്ഷൻസിൽ ആർക്കാണ് 4 chambered ഹാർട്ട് ഉള്ളത്? ആർക്കാ? ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഏതാ? ഓപ്ഷൻ ബി അല്ലേ? ബേർഡ്സുകൾക്ക് 4-chambered ഹാർട്ട് ആണ്, മാമൽസുകൾക്കും 4-chambered ഹാർട്ട് ആണ്. പിന്നെ റെപ്റ്റൈൽസുകൾക്ക് 3-chambered ഹാർട്ട് ആണ്, പക്ഷെ എക്സെപ്റ്റ് ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാ റെപ്റ്റൈൽസുകൾക്കും എല്ലാ ഇഴഞ്ഞു ജീവിക്കുന്ന ജീവികൾക്കും 3-chambered ഹാർട്ട് ആണ്, എക്സെപ്റ്റ് നമ്മുടെ ക്രൊക്കഡൈൽ. ക്രൊക്കഡൈൽ ഉള്ളത് എന്താണ്? 4-chambered ഹാർട്ട് ആണ്. അപ്പൊ മനസ്സിലായില്ലേ? ഇതിന് ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ ബി ആണ് കേട്ടാ. ഇനി അടുത്ത ചോദ്യം, ഇത് NIOSന്റെ ചോദ്യം കേട്ടാ. NIOSന്റെ ചോദ്യം. Birds and mammals share one of the following characteristics as a common feature. നോക്കിയേ, പക്ഷികൾക്കും മാമൽസുകൾക്കുമുള്ള കോമൺ ക്യാരക്ടർ എന്താ? അവരെല്ലാവരും വാം ബ്ലഡഡ് നേച്ചറാണ്. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസ്. ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു എൻവിയോൺമെന്റൽ കണ്ടീഷൻസിലും അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹോമിയോതെർമസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പക്ഷികളുടെയും മാമൽസിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാം ബ്ലഡഡ് ആണ്. മറ്റു ഓപ്ഷൻസ് നോക്കി, വി പാരിറ്റി, രണ്ടുപേരും പ്രസവിക്കുവോ? പക്ഷികളും മാമൽസും പ്രസവിക്കുവോ? മാമൽസ് പ്രസവിക്കും. ഓക്കെ. ബേർഡ്സ് പ്രസവിക്കില്ല, ബേർഡ്സ് ഓബി പാരസ് ആണ്. ഓക്കെ. എലിമെന്ററി കനാൽ വിത്ത് സം മോഡിഫിക്കേഷൻ, ഒരിക്കലും അല്ല. പിഗ്മെന്റഡ് സ്കിന്നും, അത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. NIOSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇനി അടുത്ത NIOSന്റെ ക്വസ്റ്റ്യൻ. നെയിം ദ ഗ്രൂപ്പ് ഓഫ് മാമൽ വിച്ച് ഇൻക്ലൂഡ്സ്
എഗ് മാമൽസ് കണ്ട, എഗ് മാമൽസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോണോ ട്രിമാറ്റ. ഇനി അടുത്ത് നിങ്ങൾ പറ. പൗച്ച്ഡ് മാമൽസ് മാർസൂപ്പിയാലിയ. മാർസൂപ്പിയാലിയ. ഓക്കെ. ഇനി അടുത്തത് ഫ്ലഷ് ഈറ്റിംഗ് മാമൽസ് കാർണിവോറ. കാർണിവോർ. കാർണിവോറ. ഓക്കെ. ഇനി അടുത്തത് അക്വാറ്റിക് മാമൽസ് സീറ്റേഷ്യേ. സീറ്റേഷ്യേ. ഇനി അടുത്തത് ഫ്ലൈയിങ് മാമൽസ് കൈറോപ്റ്റിറ. കൈറോപ്റ്റിറ. കണ്ട, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ട്ടാ. അപ്പോ ജസ്റ്റ് നോക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ. ഇനി മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. ഫോർ വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആർ സർട്ടൻ ആനിമൽസ് പ്ലേസ്ഡ് ഇൻ ക്ലാസ് മാമാലിയ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് മെമ്മേലിയുടെ കുറച്ച് ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ് ആണ് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത്. മമാലിയ എന്ന് കേട്ട് നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? നമ്മളെ തന്നെയാണ് ആലോചിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയുണ്ട്? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്, പിന്നെ ഫോർ ചാമ്പേർഡ് ഹാർട്ട്, ഹോമിയോതെർമസ് ആണ്. ഹോമിയോതെർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബ്ലഡഡ് ആണ് അല്ലെ? സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ആലോചിക്കാം. മെമാലിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് എഴുതിയാൽ മതി കേട്ടാ. സ്കിൻ പോസസ് ഹെയർസ് എന്നൊക്കെ പറയാം. ഇനി ഒരു ചോദ്യം കൂടി. നെയിം എ മാമൽ വിച്ച് ഹാസ് മാർസൂപ്പിയം. നിങ്ങൾ പറ, ആരാണ് മാർസൂപ്പിയം? ഏത് മാമലാണ് മാർസൂപ്പിയം? നിങ്ങൾക്ക് പേര്, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇസത്തിനെ കേൾക്കാണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. കങ്കാരു എന്നാണോ പറഞ്ഞേ? കേൾക്കല്ലോ. ഹലോ ഹലോ. യെസ് മാം, കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നില്ല. എന്താണ് അത്? കങ്കാരു ആണ് കേട്ടാ, കങ്കാരു ആണ്. ഓക്കെ. ഇനി അടുത്തത്. വിച്ച് ഗ്രൂപ്പ് ഓഫ് കോർഡേറ്റ്സ് പോസസ് ഹെയർ? ആർക്കാണ് ശരീരത്തിൽ ഹെയർസ് ഉള്ളത്? ഹെയർ മനുഷ്യ ശരീരത്ത്. പിന്നെ ഏതാ കാറ്റഗറിയുടെ പേരെന്താ? മാമൽസ് അല്ലേ? മാമൽസിനല്ലേ ഉള്ളത്? യെസ്. അപ്പൊ ആർക്കാണ് ഹെയർസ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് കോർഡേറ്റിനാണ് ഹെയർസ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാമൽസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ ഒരുപാട് കൊല്ലം മുന്നത്തെ ക്വസ്റ്റ്യൻസുകളാണ് കേട്ടാ. ഈ കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ തുടങ്ങാൻ ഓക്കെ അല്ലേ? ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? ഓക്കേടാ. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് മറ്റൊരു ചാപ്റ്റർ ആണ്. മറ്റൊരു ചാപ്റ്റർ ആണ്, രണ്ടാമത്തെ മൊഡ്യൂളിലെ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിന്റെ പേരാണ് സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് കാണാനുണ്ടോ നിങ്ങൾക്ക്? കാണാനുണ്ടോ? സ്ക്രീന് കാണാനുണ്ട്. ഓക്കെ. മൊഡ്യൂൾ 2 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. മൊഡ്യൂൾ 2 സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ശരീരത്തിൽ 2 ഫ്ലൂയിഡ്സുകളാണുള്ളത്. ബ്ലഡ് ഒഴുകുന്നുണ്ട് അല്ലേ? ഇപ്പൊ എവിടെ മുറിച്ചാലും നമുക്ക് ബ്ലഡ് കിട്ടും. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് 2 ബോഡി ഫ്ലൂയിഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആദ്യത്തെ ആളുടെ പേരാണ് ബ്ലഡ്. ബ്ലഡ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ളത്, മറ്റൊരാളും കൂടിയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അതിനു മുൻപ്, ആരാണ് ശരീരത്തിൽ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്? ഏത് അവയവമാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ പമ്പ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആരാ ഇസത്തെ? ലങ്സ്.
ഹാർട്ട് അല്ലേ? സോറി. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ട് അല്ലേ? ഈ വാട്ടർ ടാങ്കിൽ നിന്നാണ് നമ്മുടെ വീട്ടിലത്തെ ഓരോ പൈപ്പിലോട്ടും വെള്ളത്തുന്നത് അല്ലേ? കാരണം അവിടെ നിന്നാണ് വാട്ടർ പമ്പ് ചെയ്തിട്ട് ഓരോ വാട്ടർ ടാങ്കിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്തിട്ട് ബാത്റൂമിലോട്ട് എത്തുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. ഹൃദയം എന്ത് ചെയ്യുക അറിയോ? ബ്ലഡിനെ പമ്പ് ചെയ്തിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്തിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ, വളരെ ചെറിയ ചാപ്റ്റർ ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അറിവ് നമുക്ക് പകർന്നു തരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സർക്കുലേഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഈ ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലഡിലൂടെയാണ് ശരീരത്തിനുള്ള സകലമാന ന്യൂട്രിയൻസും വെള്ളവും പ്രോട്ടീൻസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ശരീരത്തിന്റെ കോശങ്ങളിലോട്ട് എത്തുന്നത്. ഓക്കെ, ഈ ബ്ലഡ് ഓരോ സ്ഥലത്തെത്തും തോറും ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട്ടും ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തും. ഇപ്പൊ നമ്മൾ ശ്വാസം ശരീരത്തോട്ട് എടുത്തു കഴിഞ്ഞ്, ഇപ്പൊ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അല്ലേ? ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഈ ശ്വാസം, അതിൽ കൂടുതലും ഓക്സിജൻ കണ്ടന്റ് ഉണ്ടാവുക. ഈ ഓക്സിജൻ എന്ത് ചെയ്യും അറിയോ? ലങ്സിലെത്തിയിട്ട് ആ ലങ്സിൽ നിന്ന് ആ ഓക്സിജൻ ബ്ലഡിൽ കലരും. എന്നിട്ട് ഈ ബ്ലഡ് മുഴുവൻ ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട്ടും എത്തും. ഓക്കെ, മനസ്സിലായോ? തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ബ്ലഡ് വഴി തന്നെ തിരിച്ച് പുറത്തോട്ട് കളയുകയും ചെയ്യും. അങ്ങനെ വലിയൊരു മെക്കാനിസമാണ് ബ്ലഡ് ചെയ്യണത്. ഈ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ പറ്റിയും, എന്താണ് ബ്ലഡ്, ബ്ലഡിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്, ബ്ലഡ് എപ്പോഴാണ് ഉണ്ടാവുക, എത്ര കാലം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സെൽസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. കുറച്ച് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റിയിട്ടും പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ ഓക്കെടാ. ഫിൽസ ഉണ്ടോ അവിടെ? ഫിൽസ കേൾക്കാവോ? ഫിൽസ പോയാ? ആ, കേക്കുന്നു. ആ, ആയിക്കോട്ടെ. ഞാന് ലേറ്റ് ആയിട്ട് കണ്ട്. ഓക്കെ, ആ മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? മനസ്സിലാവും. ആ, ഓക്കെടാ. അപ്പൊ നമുക്ക് എന്താണ് സർക്കുലേഷൻ എന്ന് നോക്കാം. സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ശരീരത്തിൽ ഒഴുകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സർക്കുലേഷൻ. ഈ സർക്കുലേഷനിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് ന്യൂട്രിയൻസും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഒഴുകുന്നുണ്ട്. ഇപ്പൊ ബ്ലഡിന്റെ പണി എന്താണെന്നറിയോ? വെറുതെ കിടന്ന് ഓടില്ല. ഈ ബ്ലഡ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഓരോ സ്ഥലത്തോട്ട് എത്തിക്കുന്ന ധർമ്മമാണ് നമ്മുടെ ബ്ലഡിനുള്ളത്. അപ്പൊ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ജോലി ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. മാത്രല്ല മറ്റു മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാലിന്യത്തെ തിരിച്ച് അതത് സ്ഥലത്ത് എത്തിക്കുന്ന പണിയും ആർക്ക് തന്നെയാ? നമ്മുടെ ബ്ലഡിനാണുള്ളത്. സോ ബ്ലഡ് ഒരു പോസ്റ്റ്മാന്റെ പണിയാണ് ചെയ്യുന്നത്. സാധനങ്ങൾ അതത് സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും, ആവശ്യമില്ലാത്ത സാധനങ്ങളെ തിരിച്ച് വേറെ എത്തിക്കൊണ്ടിടത്തേക്ക് എത്തിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാ ജീവികളിലും ഒരേപോലെയല്ല സർക്കുലേഷൻ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം പഠിപ്പിച്ചപ്പോൾ മിസ് പറഞ്ഞു അല്ലേ? നോക്കിയേ, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലോട്ടും എത്തും. എന്നിട്ട് തിരിച്ച് വേസ്റ്റ് സാധനങ്ങളെ തിരിച്ച് ഹൃദയത്തിലോട്ടും എത്തിക്കുകയും ചെയ്യും അല്ലേ? അങ്ങനത്തെ ഒരു പണിയാണ് നമ്മുടെ ബ്ലഡും ഹാർട്ടും ചെയ്യുന്നത്. രണ്ട് രീതിയിൽ സർക്കുലേഷൻ നടക്കും. ആദ്യത്തെ സർക്കുലേഷന്റെ പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. രണ്ടാമത്തെ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മൾ മനുഷ്യന്മാരിലൊക്കെ നടക്കുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. മിസ് ആനിമൽ കിങ്ഡം എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും. ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇവർക്ക് ഹാർട്ട് ഉണ്ട്. ഓക്കെ, ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് ഇല്ല. ഓക്കെ, പക്ഷെ ബ്ലഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ശരീരത്തിൽ ബ്ലഡ് ഇങ്ങനെ പടർന്ന് കിടക്കുക. ഇവർക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസുകളൊന്നുമില്ല. ബ്ലഡ് ഇങ്ങനെ ഈ ഓപ്പൺ സ്പേസിലോട്ട് ഒഴുകുക. ഓക്കെ, സോ ബ്ലഡ് ഫ്ലോ ഇൻ ഓപ്പൺ ടിഷ്യൂ സ്പേസ്. ആ ബ്ലഡ് ഒഴുകുന്ന ഓപ്പൺ ടിഷ്യൂ സ്പേസിന് പറയുന്ന പേരാണ് സൈനസസ്. ഓക്കെ, ഇവര് എന്ത് ചെയ്യില്ല? ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ട്, നമ്മുടെ വീട്ടിൽ പൈപ്പുണ്ട്. പക്ഷെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പൈപ്പുകളില്ല.
മനസ്സിലായ? കണക്റ്റിംഗ് ചെയ്യുന്ന പൈപ്പുകളില്ല. ബാത്റൂമിലത്തെ പൈപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പുകൾ വേറെ ഇല്ല. അത് കാരണം കൊണ്ട് വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം അങ്ങനെ സ്പ്രെഡ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൈപ്പുകളൊന്നുമില്ല. ബ്ലഡ് അപ്പൊ അത് കാരണം കൊണ്ട് ഇവരുടെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ ബ്ലഡിൽ മുങ്ങിക്കിടക്കുക. ഓക്കെ. ഇത് കൂടുതലായിട്ടും കാണുന്നത് ഫൈലം ആർത്രോപോഡയിലും മൊള്ളസ്കയിലും. ആർത്രോപോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു? നമ്മുടെ ഇൻസെക്റ്റുകളില്ലേ, ജന്തുക്കള്. ഈ ജന്തുക്കളുടെ ഫൈലമാണ് ആർത്രോപോഡ. മൊള്ളുസ്ക എന്ന് പറയുമ്പോൾ ഷെല്ലുള്ള ജീവികളൊക്കെ ഇല്ലേ, നമ്മൾ ഒക്ടോപസ്, കൂന്തളിനൊക്കെ കുറിച്ച് പഠിച്ചില്ലേ, ഒച്ചിനൊക്കെ കുറിച്ച് പഠിച്ചില്ലേ. അപ്പൊ ഇവരുടെ കേസിലൊക്കെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്ന രണ്ട് ജീവിയുടെ പേര്. അപ്പൊ രണ്ട് ഫൈലത്തിന്റെ പേര് നിങ്ങൾക്ക് എഴുതാം, ആർത്രോപോഡ, മൊള്ളുസ്ക. ഇപ്പൊ രണ്ട് ജീവിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ആർത്രോപോഡയിൽ ഒരു എക്സാമ്പിൾ ആരാ? കോക്രോച്ച്. മൊള്ളുസ്കയിൽ ഒരു എക്സാമ്പിൾ ആരാ? സ്നെയിൽ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ. അപ്പോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, പക്ഷെ ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഇല്ല. കണ്ടോ? ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതിന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം. ഓക്കെ. രണ്ടാമത്തെ സർക്കുലേറ്ററി സിസ്റ്റമാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ഒഴുകാൻ നല്ല രക്തക്കുഴലുകളും ഉണ്ട്. കണ്ട, ഇവര് കറക്റ്റ് ഈ കുഴലിന്റെ ഉള്ളിൽ കൂടെ പോവുള്ളൂ, അല്ലാണ്ട് പുറത്തേക്കൊന്നും ലീക്ക് ആവില്ല. കണ്ട, ഈ കറക്റ്റ് കുഴലിന്റെ ഉള്ളിൽ കൂടെ പോവുള്ളൂ. ഈ ബ്ലഡ് ഒരിക്കലും പുറത്തേക്ക് വരില്ല. കണ്ട, അല്ലെങ്കിൽ എന്താണ്ടാവുക, ഈ അവയവം മുഴുവൻ ബ്ലഡിലാ മുങ്ങിയിട്ടുണ്ട് കിടക്കും. അപ്പോ ഹാർട്ടും ബ്ലഡ് വെസൽസും അതേപോലെ ബ്ലഡുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. മനുഷ്യന്മാരിലും കോർഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടോകോഡ് ഉള്ള ജീവികൾ, അനലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ എർത്ത് വേം ഇല്ലേ, നമ്മുടെ എർത്ത് വേമും നമ്മുടെ അട്ടയും മ്യൂറിസ് ഒക്കെ അടങ്ങിയ ഫൈലമാണ് അനലിഡ്സ്. ഈ അനലിഡ്സിനും കോർഡൈറ്റ്സുകൾക്കുമുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇവിടെ ലീക്കിംഗ് ഇല്ല. ഓക്കെ, കംപ്ലീറ്റ് പാക്ഡ് ആണ്. മനസ്സിലായില്ലേ? ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ചോദിച്ച NIOSന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് വൺ ഓഫ് ആനിമൽ വിത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഒരു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെയും ക്ലോസ്ഡ് സർക്കുലേഷന്റെയും ഓരോ എക്സാമ്പിൾ വീതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതിക്കൂടെ? പറഞ്ഞേ. ഫിൽസ. ഫിൽസ ഇല്ലേ അവിടെ? ഫിൽസ പറ. ഓപ്പൺ സർക്കുലേഷൻ കാണിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാൻ പറ്റുമോ? ഓപ്പൺ സർക്കുലേറ്റ്സ് എന്താ മോളെ? മറ്റേ ആർത്രോപോഡും ആ, മുള്ളുസ്കയുടെ യെസ്, വെരി ഗുഡ്. ആർത്രോപോഡ ആൻഡ് മൊള്ളുസ്ക. ഇനി ഇസ്സത്ത് പറ, ക്ലോസ്ഡ് സർക്കുലേഷൻ കാണിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാൻ പറ്റുമോ? അറിയില്ല. നമ്മളേതാ? നമ്മൾക്കുള്ളത് ഏതാ? ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ്. ക്ലോസ്ഡ്. അപ്പൊ നമ്മളെ പേര് പറഞ്ഞൂടെ? ഹ്യൂമൻസ് എന്ന് പറഞ്ഞൂടെ? ആ ആ ഓക്കെ. അപ്പോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നത് ആർത്രോപോഡുകളും മൊള്ളുസ്കകളും ട്ടാ, ഓർത്തു വെക്കണേ. ഇനി ക്ലോസ്ഡ് സർക്കുലേഷൻ കാണിക്കുന്ന ഒരു ജീവിയാണ് അന്നലിഡ്സും കോർഡേറ്റ്സും. ഓക്കെ, ഓർത്തു വെക്കണത് നല്ലതായിരിക്കും. ഇനി നമ്മൾ പഠിച്ചു ഈ ബേർഡ്സുകൾക്കും മാമൽസുകൾക്കും 4 ചാമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജീവികൾക്ക്, എല്ലാ ജീവികൾക്കും 4 ചാമ്പേർഡ് ഹാർട്ട് അല്ല, പല ജീവികൾക്കും പല പല ഹാർട്ടുകളാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ആദ്യം 2 കാര്യങ്ങൾ പറയട്ടെ. ബ്ലഡ് വെസൽസിനെ കുറിച്ച് പറയാം അല്ലെ? എന്താ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ? രക്തക്കുഴലുകളെയാണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് അല്ലെ? രക്തക്കുഴലുകൾ 2 രീതിയിൽ രക്തക്കുഴലുകളുണ്ട്. ആർട്ടറികളുമുണ്ട്, വെയിൻസുകളുണ്ട് അല്ലെ? സിരകളുമുണ്ട്, ധമനികളുമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രക്തം ഒഴുകാൻ 2 കുഴലുകളുണ്ട്. ഇപ്പൊ നേരത്തെ മിസ് കാണിച്ചു തന്നില്ല ഒരു വീഡിയോ, ഒരു ഫോട്ടോ കണ്ട. ഇതിൽ നോക്കിയേ, 2 രക്തക്കുഴലുകൾ നിങ്ങൾക്ക് കാണാനുണ്ടാ? ചുവപ്പ് കളറും രക്തക്കുഴലുണ്ട്, നീല കളറിലും രക്തക്കുഴലുണ്ട്.
ഈ ചുവപ്പ് കളറിലുള്ള രണ്ട് രക്തക്കുഴല, രണ്ട് ബ്ലഡ് വെസൽസാ. ഈ ഹാർട്ടിൽ നിന്നും വരുന്ന രണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ? ഒരു ബ്ലൂ കളറുണ്ട്, റെഡ് കളറുണ്ട്. ഈ രണ്ടും എന്തെന്നെയാ? നമ്മുടെ ബ്ലഡ് വെസൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ചെയ്യുന്നത് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. കണ്ട, ആർട്ടറി, വെയിൻ. ഈ ആർട്ടറി എന്താ അറിയുക ചെയ്യുക? ആർട്ടറി എന്ന് പറയുന്നത് ആ ചുവപ്പ് കളറിലുള്ളത്, വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലൂ കളറിലുള്ള ബ്ലഡ് വെസൽ ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ക്യാൻ യു നെയിം എനി ടു ബ്ലഡ് വെസൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടറി ആൻഡ് വെയിൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം രക്തങ്ങളുണ്ട്, രണ്ട് തരം ബ്ലഡുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് പ്യുവർ ബ്ലഡും മറ്റൊന്നാണ് ഇംപ്യുവർ ബ്ലഡും. പ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശുദ്ധരക്തം. ഇംപ്യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധരക്തം. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പ്യുവർ ബ്ലഡ് എന്നറിയോ? ഒന്നുമില്ലടാ, ഈ ആർട്ടറിയിൽ അടങ്ങിയിട്ടുള്ള, ആർട്ടറിയിലെ ഈ ചുവപ്പ് ധമനികളിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. പ്യുവർ ബ്ലഡ്. ഓക്കെ, ഓക്സിജനേറ്റഡ്, ഓക്സിജന്റെ കണ്ടന്റ് ഉള്ള ബ്ലഡിനെയാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓക്സിജൻ ഉണ്ടാകും. ഈ ഓക്സിജൻ നേരെ ബ്ലഡിൽ കലരും. ഓക്കെ, അപ്പൊ അതെന്തായി? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി. ഇനി നമ്മൾ ശ്വാസം പുറത്തോട്ട് കളയാണ് അല്ലേ? അപ്പൊ ബ്ലഡില് ശരീരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ മൂക്കിലൂടെ പുറത്തോട്ട് കളയും. ആ സമയത്ത് ആ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആവും. സപ്പോസ് നമ്മുടെ വെയിൻസുകളിൽ കാർബൺ ഡൈ ഓക്സൈഡിനുള്ള ബ്ലഡ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാ പറയുക. അത് ഇംപ്യൂർ ബ്ലഡ് ആണ്. ഓക്കെ, മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു വേസ്റ്റ് ആണ്. ആ വേസ്റ്റിന് പുറന്തള്ളുന്ന ബ്ലഡ് ആണ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്, അല്ലെങ്കിൽ നമ്മൾ ഇംപ്യൂർ ബ്ലഡ് എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായോ? Yes. ഓക്കെ, ഇനി പറയാനുള്ളത്, ഇപ്പോ മനുഷ്യന്മാരുടെ ഒക്കെ കേസിൽ, അല്ലെങ്കിൽ നട്ടെല്ലുള്ള ജീവികളുടെ കേസിൽ അവരുടെ ഹൃദയം മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഫിഷിന് 2 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. മനുഷ്യന്മാരെ പോലെ 4 ചേമ്പേഴ്സ് ഒന്നും ആർക്കില്ല, ഫിഷുകൾക്കില്ല. വെറും 2 ചേമ്പർ മാത്രമേ ഉള്ളൂ, ഒരു ആട്രിയവും ഒരു വെൻട്രിക്കിളും. ഒരു ആട്രിയവും ഒരു വെൻട്രിക്കിളും. ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു ജീവിയുണ്ട്, ആംഫിബിയൻസ്. ആംഫിബിയൻസിൽ നമ്മൾ തവളകളില്ലേ? തവളകളും അതേപോലെ ഇഴഞ്ഞു ജീവിക്കുന്ന പാമ്പ്, ആമ, കെംലിയോൺ, ഈ കേസുകളിലൊക്കെ അവർക്ക് എന്താണ്? 3 ചേമ്പേർഡ് ഹാർട്ടാണ് ഉള്ളത്. കണ്ട, ഒരു റൈറ്റ് ആട്രിയം, ഒരു ലെഫ്റ്റ് ആട്രിയം, പിന്നെ ഒരു കോമൺ വെൻട്രിക്കിൾ. 3 അറകളുള്ള ഹൃദയമാണ് ആർക്കുള്ളത്? ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനുള്ളത്. പിന്നെ എക്സെപ്ഷൻ ആർക്കുള്ളത്? നമ്മുടെ ക്രൊക്കഡൈൽസിനാണ്. ക്രൊക്കഡൈൽസ് എന്ന് പറഞ്ഞാൽ മുതലകൾ. റെപ്റ്റൈൽസിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് മുതലകൾ. പക്ഷെ മുതലകൾക്ക് എന്തുണ്ട്? 4 ചേമ്പേർഡ് ഹാർട്ട് ഉണ്ട്. ബേർഡ്സിന് 4 ചേമ്പേർഡ് ഹാർട്ടാണ്, മാമൽസിനും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അങ്ങനെ 4 ചേമ്പേർഡ് ഹാർട്ടുള്ള ജീവികളെയാണ് നമ്മുടെ ക്രൊക്കഡൈൽസും ബേർഡ്സും മാമൽസും. നിങ്ങൾ കണ്ട, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ 4 അറകളുള്ള ജീവികളാണ് ക്രൊക്കഡൈൽസും ബേർഡ്സും മാമൽസും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, അത് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലാണ്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് വരാം. മനുഷ്യന്റെ, ഇപ്പൊ നമ്മൾ ഫിഷിന്റെയോ ആംഫിബിയൻസിന്റെയോ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ എക്സാമിന് നമ്മളോട് ചോദിക്കുക ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, ഇനി ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ 2 ഫ്ലൂയിഡ്സ് ഉണ്ട്. ബ്ലഡ് ഉണ്ട്, മറ്റൊരു ഫ്ലൂയിഡ് ഉണ്ട്. സോ ബ്ലഡും മറ്റേ ഒരു ഫ്ലൂയിഡിന്റെ പേരാണ് ലിംഫ്. ലിംഫ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് ഈ രക്തക്കുഴലിന്റെ ഉള്ളിൽ കൂടെ ലീക്ക് ചെയ്ത് വരുന്ന കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, ഒരു വൈറ്റിഷ് ഫ്ലൂയിഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ലിംഫ് എന്ന് പറയുന്നത്. ഈ ലിംഫ് ഒഴുകുന്ന സിസ്റ്റത്തിനാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുക. ബ്ലഡ് ഒഴുകുന്ന സിസ്റ്റത്തെ നമ്മൾ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറയും. അങ്ങനെ 2 സിസ്റ്റങ്ങളാണ് സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ?
ബ്ലഡ് വാസ്കുലാർ സിസ്റ്റവും ലിംഫാറ്റിക് സിസ്റ്റവും കൂടിയിട്ടാണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടാകുന്നത്. ആദ്യം നമുക്ക് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം നോക്കാം, എന്നിട്ട് ലിംഫാറ്റിക് സിസ്റ്റം നോക്കാം. ഓക്കെ, വെറും 2 ക്ലാസിന്റെ കാര്യമുള്ളൂ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം കേട്ടോ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ഇനി അതിനു മുൻപ് ബ്ലഡ് വെസ്കുലർ സിസ്റ്റത്തിൽ ആരൊക്കെയാ ഉള്ളത്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസുകളുണ്ട്, ഹാർട്ട് ഉണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിൽ ഉള്ളത്. വാസ്കുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? വാസ്കുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസൽസ് എന്നാണ് അർത്ഥം, കുഴലുകൾ എന്നാണ് അർത്ഥം. അപ്പൊ ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസുകൾ ഉണ്ട്. ബ്ലഡ് വെസൽസുകൾ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മെയിൻ പമ്പിങ് ഏജന്റ് ആണ് ആര്? നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഇനി ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ബ്ലഡ് മാത്രം പഠിക്കാം. ഹാർട്ടിന് നമുക്കൊരു ക്ലാസ് എടുക്കാം, അതോടുകൂടിയിട്ട് ചാപ്റ്റർ തീരും. ഓക്കെ, സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബ്ലഡിന്റെ കാര്യങ്ങളും ബ്ലഡിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ബ്ലഡിന്റെ കളറ്? ഇസത്തെ ബ്ലഡ്, ബ്ലഡ് ആ വെരി ഗുഡ്, റെഡ് കളർ അല്ലേ? നമ്മുടെ ബ്ലഡിന്റെ കളർ റെഡ് കളറാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരെന്താ? ആർക്ക് പറയാം? നമ്മൾ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീന്റെ പേരെന്താ? എന്താ പേര്? ഹീമോഗ്ലോബിൻ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഹീമോഗ്ലോബിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ട്. ആ ബ്ലഡിന് റെഡ് കളർ കൊടുക്കാൻ കാരണം the red color of the blood is due to the pigment ഹീമോഗ്ലോബിൻ. ഓക്കെ, ബ്ലഡില് ഹീമോഗ്ലോബിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട് ട്ടാ. ഈ ഹീമോഗ്ലോബിൻ എന്നുള്ള പിഗ്മെന്റ് ഉള്ളത് കാരണം കൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ ആയത്. മനസ്സിലായോ? ഓക്കെ, ബ്ലഡിന് റെഡ് കളർ ഉണ്ടാക്കാൻ കാരണം ഹീമോഗ്ലോബിൻ എന്നുള്ള ഒരു പിഗ്മെന്റ് കാരണം കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, ആ പ്രോട്ടീന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ഉള്ളത് കാരണം കൊണ്ടാണ് ബ്ലഡിന് റെഡ് കളർ ആയത്. ഇനി ഈ ബ്ലഡില് എന്തൊക്കെ സാധനങ്ങൾ അറിയുള്ളത് നോക്കിയേ. ഇതാണ് നമ്മൾ ഒരു മെഡിക്കൽ ലാബില് നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാല് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് രണ്ടായിട്ട് മാറും. അടിയിൽ കുറച്ച് കട്ടിയിലൊരു കളറും മുകളിൽ കുറച്ചൊരു മഞ്ഞ പോലത്തെ ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു സാധനം അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കരുത് ബ്ലഡിൽ എന്താണ് ഈ ഒരു ഭാഗം മാത്രം